ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. JR എന്ന എന്റെ മകനെ കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകൾ പോലും ഈ വീട്ടിലുണ്ടാവുന്ന എനിക്ക് ഇഷ്ടമല്ല. അയാളൊരു വലിയ ബിസിനസ് മാനാ. ആ റെസ്പെക്റ്റിൽ വേണം അയാളോട് സംസാരിക്കാൻ. ഞാൻ ചെയ്യുന്നത് എന്റെ ശരിയാണ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ മനസ്സുറപ്പിച്ചെടുക്കുന്നത് തന്നെയാണ്. ചോദ്യങ്ങൾ ഇനിമേൽ എനിക്ക് സഹിച്ചെന്ന് വരില്ല. ഞാനല്ല ഒരു കമ്പനി ഉടമയ്ക്കും. രഘുനിനി അങ്ങനെ കണ്ടാ മതി. എല്ലാരും അല്ല, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ശരി ശരി. എന്താ സ്വാമി, തനിക്ക് പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടല്ലോ? ഉണ്ട് സാർ. എന്താ സാർ ഒന്ന് നോക്കി. പച്ച പുതച്ച് കിടന്നിരുന്ന നമ്മുടെ പാടങ്ങൾ ഇന്ന് ശൂന്യമാണ്. പഴയ കർഷകർ കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത കാഴ്ചകൾ. വരണ്ടുണങ്ങിയ പിണ്ടു കീറിക്കിടക്കുന്ന പാടശേഖരങ്ങൾ കഴിഞ്ഞ കാലങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. ശാപം പേറിക്കിടക്കുന്ന ഓരോ കൃഷിഭൂമിക്കും മുകളിൽ അതിസമ്പന്നതയുടെ ഒരു പെയ്തിറക്കമുണ്ട്. അതിന്റെ അവസാനത്തെ കണ്ണിയാണ് JR. ഒരു കൂട്ടം ഗ്രാമീണ കർഷകരെ ഇല്ലാതാക്കാൻ വേണ്ടി അവതാരമെടുത്തിരിക്കുന്നു JR എന്ന കോർപ്പറേറ്റ്. ഇനിയും പച്ചപ്പുകൾ അവശേഷിക്കാത്ത നമ്മുടെ കൃഷിഭൂമികൾ തേടിയാണ് അവർ നടക്കുന്നത്. JR ഒരു പുതിയ കമ്പനിയാണ്. ഉദയം കൊള്ളുന്ന പുതിയ കമ്പനിയുടെ ആസ്തി അത്ര. അത് വന്ന വഴി ഏതാണ്? അത് പരിശോധിക്കാനൊന്നും ആരും തയ്യാറല്ല. ഒരുപക്ഷെ അങ്ങനെ പരിശോധിക്കുകയായിരുന്നുവെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ദുരൂഹതകൾ നമുക്ക് വേർതിരിച്ചെടുക്കാനാകും. കർഷകരെ ഇല്ലായ്മ ചെയ്യാനെത്തിയ JRനെ പറ്റി ഇന്നു മുതൽ നമ്മളൊരു അന്വേഷണം തുടങ്ങുകയാണ്. ഓപ്പറേഷൻ JR. JRനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഏതോ ഒരു ഇൻഫ്ലുവൻസർ ആണ്. ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവർ പലതും വിളിച്ചു പറയും. ശ്രദ്ധിക്കാതെ വിടാം. പക്ഷേ നോ സ്വാമി, ശ്രദ്ധിക്കണം. സ്വാമി ആ വീഡിയോയിലെ വാചകങ്ങൾ കേട്ടല്ലോ. സൂക്ഷ്മമായും അടക്കിയും ഒതുക്കിയുമുള്ള വാക്കുകൾ. എന്നും മനുഷ്യനെ തൊട്ടാൽ പൊള്ളുന്ന കൃഷിഭൂമിയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം, വിശകലനം. ദാറ്റ് മീൻസ് ശ്രദ്ധ നേടുക എന്നതിനപ്പുറം ഈ ആങ്കറിനൊരു ലക്ഷ്യമുണ്ട്. ഒരുപക്ഷെ നമുക്കത് അപകടം ചെയ്യുന്ന കാര്യമാണ്. സാർ, എന്താ ചെയ്യേണ്ടത്? ഇയാളെ ഫോളോ ചെയ്യണം? തൽക്കാലം വേണ്ട. അനന്തന്റെ ഉദ്ദേശം അയാൾ ആദ്യം വെളിവാക്കട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം സ്വാമി. ഈ ഇലകൾ ആർത്തു വരും പോലെ ഇതും വരും പോവും. അവർ സൃഷ്ടിക്കുന്ന വാർത്തകളും നമ്മളെ തേടി വരും. പക്ഷേ ഈ ഇയലുകൾക്കറിയില്ലല്ലോ സ്വാമി, അവർക്കധികം ആയുസ്സില്ലെന്ന്. ഈ ഇലകൾ തനിയെ ചത്തോളും. നമ്മളെ പൊതിയാൻ വരുന്ന ഇയലുകളെ നമ്മൾ കൊല്ലും. എന്താ? എനിക്ക് കുറച്ച് സംസാരിക്കണമായിരുന്നു. വിരോധമില്ല, പറഞ്ഞോളൂ.
ദേ ഈ കണ്ണീര് കാണാനാണ് എനിക്ക് ഒരു താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ രഘുവേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ? രഘുവേട്ടനെ എന്ത് പറഞ്ഞ അവൻ ഭീഷണിപ്പെടുത്തിയതെന്ന് പറയും, എന്ത് പറഞ്ഞ അടിമയാക്കിയതെന്ന് പറയും. എന്ത് ഭീഷണിയുടെ പേരിലായാലും രഘുവേട്ടൻ ഇങ്ങനൊരു വേഷം കെട്ടി അവന് വേണ്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായാൽ അവിടെ രഘുവേട്ടന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തിയാണ് ഞാൻ. അവൻ അടിച്ചേൽപ്പിക്കുന്ന ജോലിയൊന്നും നമുക്ക് വേണ്ട രഘുവേട്ട. രഘുവേട്ടൻ അതവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. രഘുവേട്ട, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു പിടി അരി മതി നമുക്ക്. രഘുവേട്ടൻ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കും പ്ലീസ്. എടി, ഞാൻ എന്ത് സംസാരിക്കണമെന്നാ നീ പറയുന്നത്? എന്റെ മകന്റെ കമ്പനി ഞാൻ ജോലിക്ക് പോകുന്നതില് എന്തോ വലിയ അപരാധമാണെന്ന് നിങ്ങളൊക്കെ കൂടെ കണക്കാക്കുന്നു. ഞാനെന്താ അത് സമ്മതിച്ചു തരണോ? എനിക്കതിൽ ബുദ്ധിമുട്ടുണ്ട്. അല്ല, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ രഘുവേട്ടൻ മറന്നു കളഞ്ഞോ? നിത്യയുടെ അച്ഛനെ കൊന്നത്, നിത്യയെ കൊല്ലാൻ ശ്രമിച്ചത്, എനിക്ക് നേരെ കത്തിയെടുത്തത്, ഇതൊക്കെ രഘുവേട്ടൻ നേരിട്ട് കണ്ടതല്ലേ? ഓഹ്, ഒരിക്കൽ ഒരു കൊടുങ്കാറ്റ് അടിച്ചു പോയാൽ പിന്നെ അതിങ്ങനെ തുടർന്ന് അടിച്ചുകൊണ്ടേയിരിക്കണമെന്നുണ്ടോ? മക്കൾക്ക് തിരുത്താൻ വേണ്ടി അച്ഛനമ്മമാരെ അവസരം കൊടുക്കാറില്ലേ? ഞാൻ അതുപോലൊരു അവസരം അവനങ്ങ് കൊടുത്തു. അതിനെന്താ കുഴപ്പം? ഇങ്ങനെ ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനും രഘുവേട്ടനും പങ്കിട്ട കുറെ വേദനകളുണ്ട്. ആ വേദനകളെല്ലാം അറിയുന്ന രഘുവേട്ടന് എന്നോടിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത്. രഘുവേട്ടൻ ഇതെന്റെ അപേക്ഷയാ. രഘുവേട്ടൻ ആരെയും വെറുപ്പിക്കരുത്. രഘുവേട്ടനെ സ്നേഹിക്കുന്നവരെ ചതിക്കരുത്. അവന്റെ അടുത്തേക്ക് ഇനി പോകരുത് പ്ലീസ് രഘുവേട്ടൻ. സോറി. ഇനി ആരും എന്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ ഉപദേശിക്കണ്ട. അഥവാ ആരെങ്കിലും ഉപദേശിച്ചാലും അത് ചെവിക്കൊള്ളാൻ എനിക്ക് താല്പര്യമില്ല. JR എന്നെന്റെ മകനെ കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകൾ പോലും ഈ വീട്ടിലുണ്ടാവുന്ന എനിക്ക് ഇഷ്ടമല്ല. അയാളൊരു വലിയ ബിസിനസ് മാനാ. ആ റെസ്പെക്റ്റിൽ വേണം അയാളോട് സംസാരിക്കാൻ. രഘുവേട്ട, ഇനി നമുക്ക് കുറച്ച് ആദർശം ഉണ്ടെന്ന് തോന്നിയാ ചുറ്റുമുള്ളവര് അതങ്ങ് ആഘോഷിക്കും. അവരെല്ലാം കൂടി നമ്മളെ വല്ലാണ്ട് അങ്ങ് പ്രോത്സാഹിപ്പിച്ചു കളയും. ഈ ചാവാലി കൂട്ടങ്ങളുടെ ആരാധന കിട്ടുന്നത് വലിയ കാര്യമൊന്നുമല്ല. ജീവിതം ആസ്വദിക്കണം, ഭംഗിയായിട്ട് ആസ്വദിക്കണം. അതാണ് വേണ്ടത്. മധുര നൊമ്പരക്കാറ്റ്